അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചാനലിൽ തദ്രീബു തിലാവയുടെയും കിതാബത്തിൻ്റെയും കഴിഞ്ഞ അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം മദ്രസയിലെ തേൻനിലാവ് 1ാം ക്ലാസ്സിലെ തേൻനിലാവ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കുട്ടികൾക്കുള്ള ഓറൽ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കുട്ടികൾ ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഉസ്താദ് ചോദിച്ച് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള എക്സാമാണ്. ഒന്നാമത്തെ ചോദ്യം, ബാക്കി ചൊല്ലുക അഥവാ 1, 2, 3 ക്വസ്റ്റ്യനുകൾ ഉസ്താദ് ചെറിയ രൂപത്തിൽ വായിച്ചു തരും. അതിൻ്റെ ബാക്കി പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തേത്, നേർവഴി കാട്ടി റസൂലുള്ള. അത് തേൻനിലാവിലെ 2ാമത്തെ പാഠം, അതിലുള്ള പാട്ടിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ബാക്കി, നേർവഴി കാട്ടി റസൂലുള്ള സ്വല്ലി വസല്ലിം യാ അല്ലാ. അതാണ് ഉത്തരം. 2ാമത്തെ ചോദ്യം, അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ. ബാക്കി പറയാനാണ്. വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അത് ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചൊല്ലാനുള്ള ദിക്റാണ്. 3ാമത്തേത്, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക. ബാക്കി അൻത സമീഉൽ അലീം. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ദുആ ആണ്. 2ാമത്തെ ചോദ്യം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. അഷ്ഹദു അന്ന ഡാഷ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് റബ്ബിർഹംഹുമാ ഡാഷ് സ്വഗീറ കമാ റബ്ബയാനി സ്വഗീറ എന്നാണ് ഉത്തരം. അടുത്തത്, വഅലൈക്കും അസ്സലാം ഡാഷ് വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ചോദ്യം, ഉത്തരം പറയുക. 5 നിസ്കാരങ്ങൾ ഏതെല്ലാം? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. സ്വർഗത്തിൻ്റെ വാതിലുകളാണ് ആര്? ഉമ്മയും ഉപ്പയും സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. അടുത്തത്, ഹജ്ജിന് പോകുന്നു എവിടേക്ക്? എവിടേക്കാണ് ഹജ്ജിന് പോകാറ്? മക്കയിലേക്കാണ്. ഭക്ഷണം കഴിക്കും മുമ്പ് എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കരിച്ചവർക്ക് എന്ത് ലഭിക്കും? സ്വർഗം ലഭിക്കും. അവസാനത്തെ ചോദ്യം, വിവരിക്കുക. നമ്മുടെ നബി അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉസ്താദിന് വിവരിച്ചു കൊടുക്കുക. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് 2ാമത്തെ പാഠത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മാതാപിതാക്കളെക്കുറിച്ച് സ്വർഗത്തിൻ്റെ വാതിലുകൾ എന്ന പാഠത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കുട്ടികൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, ഉമ്മയുടെ പേര്, ഉപ്പയുടെ പേര്, അതുപോലെ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വഫാത്തായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഉസ്താദിന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ മാതാപിതാക്കളെക്കുറിച്ച്, ഉമ്മയെയും ഉപ്പയെയും കുറിച്ച്, ഉമ്മയെയും ഉപ്പയെയും ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള ദുആ ആണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കിതാബിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉസ്താദിന് പറഞ്ഞു കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. ഇത്രയുമാണ് തേൻനിലാവിലെ ചോദ്യങ്ങൾ. ഇതിന് 100 മാർക്കാണ് ടോട്ടൽ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല എല്ലാ പരീക്ഷകളിലും നല്ല വിജയം കൈവരിക്കാനും നല്ല കുട്ടികളായി മാറുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.